ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ 176 സെഷനാണല്ലോ ഇത്. 6 സ്ഥലത്തെക്കുറിച്ചുള്ള 16 വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സെഷനിൽ നമ്മൾ 4 അധ്യായത്തിലേക്ക് അടുക്കുകയാണ്. 11 അധ്യായങ്ങളാണ് 6 സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ അമദ്രസ്യ വിനിയോഗിക്കുന്നത്. ഈ അധ്യായത്തിന്റെ ഹെഡിങ് അമദ്രസ്യ 3 വാക്കുകൾ, 3 ആശയങ്ങൾ കൊടുക്കുന്നുണ്ട്. ആനന്ദ പാരവശ്യം, റാപ്ചർ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നു. ഹർഷോന്മാദം, എക്സ്റ്റസി അഥവാ മൂർച്ച, ട്രാൻസ്. എന്നിട്ട് ബൈക്കിൾ പ്രതിക്കാണ് 3ഉം ഒന്ന് തന്നെ. അപ്പം അങ്ങനത്തെ ഒരു അനുഭവം, ആനന്ദ പാരവശ്യത്തിന്റെ അനുഭവമല്ല, ഹർഷോന്മാദത്തിന്റെ അനുഭവമല്ല, മൂർച്ചയുടെ അനുഭവം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അനുഭവമാകുന്നു. അതേക്കുറിച്ച് മദ്രസയെ കുറച്ചധികം പറഞ്ഞു കഴിഞ്ഞു. അതിന് മറ്റു ചില വശങ്ങൾ ഇവിടെ ഈ അനുഭവത്തെക്കുറിച്ച് മദ്രസ വിശദീകരിക്കുകയാണ്. 1-ാമത്തെ ഖണ്ഡിക, മേൽപ്പറഞ്ഞ ക്ലേശങ്ങൾക്കെല്ലാം ഇടയിൽ ആ പാവപ്പെട്ട ചിത്രശലഭത്തിന് എന്ത് വിശ്രമമാണ് ലഭിക്കുക? ദിവ്യ മണവാളനെ അനുഭവിക്കുവാനുള്ള അഭിവാഞ്ചയാണ് അവയ്ക്കെല്ലാം നിദാനം. ചിത്രശലഭം, പട്ടുനുറുപ്പുഴുവിന്റെ ഉദാഹരണം, ചിത്രശലഭമായിട്ട് പറന്നുയർന്നു. അത്ര പറഞ്ഞു വെച്ചിട്ട് അതിൻ്റെ അനുഭവത്തെപ്പറ്റി പറയുന്നിടത്താണ് മദ്രസ്യ കുറേ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മദ്രസ്യ ഈ ചിത്രശലഭത്തെക്കുറിച്ച് വീണ്ടും പരാമർശിക്കുകയാണ്. അതിൻ്റെ അനുഭവം എന്താ? ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ, സ്ട്രഗിളുകൾ എല്ലാം ഉള്ളതിനിടയിൽ എന്ത് വിശ്രമം കിട്ടും? ഒരു വിശ്രമവും ഇല്ല. പക്ഷെ അതിനെല്ലാം ഇടയിലുള്ള ഒരു അനുഭവം എന്താണ്? ദിവ്യമണവാളനെ അനുഭവിക്കുവാനുള്ള അഭിവാഞ്ചയാണ് അവയ്ക്കെല്ലാം നിദാനം. ദൈവവുമായിട്ട് ഒന്നാവണമെന്നുള്ള വലിയ ആഗ്രഹം കൊണ്ട് ഉള്ളു കത്തുകയാണ്. നമ്മുടെ ബലഹീനത അറിയുന്ന കർത്താവ് അവൾ ആഗ്രഹിക്കുന്നതും അതിൽ കൂടുതലും അവൾക്ക് നൽകുന്നു. തന്മൂലം ഇത്രമാത്രം പ്രാഭവാനായ ഒരു മഹാരാജാവിനോട് ഒന്നിക്കുവാനും തൻ്റെ വരനായി അങ്ങേ സ്വീകരിക്കുവാനും ആവശ്യമായ ഭാവവിശേഷം അവൾക്ക് സിദ്ധിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണ്ടെന്ന് അറിഞ്ഞുകൂടെ? ചിലപ്പം പട്ടുതുൽപ്പുഴുവായിരുന്നത് ഇപ്പൊ കഴിഞ്ഞിട്ട് ചിറക് വെച്ച് മറക്കാൻ തുടങ്ങി, എന്നെ കാണിക്കുന്നത് അറിഞ്ഞുകൂടെ, എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. അതാണ് നമ്മുടെ സിറ്റുവേഷൻ ആത്മാവിന്റെ ഈ അവസ്ഥയിൽ. പക്ഷെ ഇവിടെ നല്ലവനായ ദൈവം തന്നോട് ഒന്നായിട്ട് തീരുവാനും തൻ്റെ വധുവായി ഭവിക്കുവാനും ആവശ്യമായ ഭാവവിശേഷങ്ങളെല്ലാം തൻ്റെ കരുണയാൽ അവൾക്ക് കൊടുക്കുകയാണ്. പിന്നെ കൊടുത്തു അവളെ വളർത്തുകയാണ്. 2-ാമത്തെ ഖണ്ഡിക, ഇതിൽ നിങ്ങൾക്ക് വിസ്മയം തോന്നിയേക്കാം, ഇതെല്ലാം അസംഗതമാണെന്ന് പറഞ്ഞേക്കാം. അത്ര വിശിഷ്ടമായ ഭാവമൊന്നും അതിനാവശ്യമില്ലെന്നും രാജാവുമായി പരിണയം വാഗ്ദാനം ചെയ്യാൻ ഏത് സ്ത്രീയും എത്ര ഹീനയായിരുന്നാലും മടിക്കുകയില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒരു ലൗകിക രാജാവുമായിട്ട്, ലോകത്തെ ഏതെങ്കിലും രാജാവുമായിട്ട് വിവാഹം നടത്തുവാനായിട്ട് രാജാവ് ഏതെങ്കിലും ഒരു യുവതിയെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ തൻ്റെ അയോഗ്യതയെക്കുറിച്ചോ ഹീനതയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ആവേശത്തെ ചാടി പുറപ്പെടുകയല്ലേ ഉള്ളോ? ഒന്ന് ചിന്തിക്കുകയല്ലോ. അയോഗ്യതയെക്കുറിച്ച് ഒരുക്കമുണ്ടോ, തനിക്ക് യോഗ്യതയുണ്ടോ, അങ്ങനെ ചിന്തിക്കുകയല്ലോ. അതുകൊണ്ട് ഇത് ഈ ഒരു ആത്മാവിന്റെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് അസംഗതമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ലൗകിക രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് സമ്മതിക്കാം. ഏത് സ്ത്രീയും എത്ര ഹീനയായിരുന്നാലും മടിക്കാതെ ഓടിച്ചെല്ലും രാജ്ഞിയാകുവാൻ വേണ്ടിയിട്ട്. എന്നാൽ സ്വർഗീയ രാജാവുമായി വിവാഹ വാഗ്ദാനത്തിൽ ഏർപ്പെടാൻ നിങ്ങൾ വിചാരിക്കുന്നതിലധികം തൻ്റെ ഇടം വേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ഇത് അത്ര എളുപ്പമല്ല, കുറെ തൻ്റെ ഇടം അധികം ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത്ര മഹോന്നതമായ ഒരു വേഴ്ചയ്ക്ക് നമ്മുടെ സ്വഭാവം തുലോം ചകിതവും ഹീനവും അത്രേ. അവിടുന്നുമായിട്ട് ഒന്നാകുവാനായിട്ട് തീരെ പറ്റാത്ത രീതിയിൽ ഹീനമാണ്, ചതഞ്ഞത്, ചകിതം അല്ലെങ്കിൽ ചഞ്ചലപ്പെട്ടതാണ് നമ്മുടെ ഉള്ളം. അതിനെക്കുറിച്ച് നമുക്ക് എന്തുമാത്രം മതിപ്പുണ്ടായിരുന്നാലും ദൈവശക്തി തരാത്ത പക്ഷം അക്കാര്യം അസാധ്യം തന്നെ. നമുക്ക് എന്തുമാത്രം ആഗ്രഹവും ആവേശവും കൊതിയും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ കൃപ നമ്മെ ശക്തിപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് ഒന്നാകാനായിട്ട് പറ്റത്തില്ല. മദ്രസ പറയുകയാണ്, വിവാഹ നിശ്ചയം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളത്തെ എങ്ങനെയാണ് ദൈവം ഒരുക്കുന്നത് വിവാഹ നിശ്ചയത്തിലേക്ക്, വിവാഹ ഐക്യത്തിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട്? ഇന്ദ്രിയ അനുഭൂതികളെ എല്ലാം അതിശയിക്കുന്ന ഒരാനന്ദ പാരവശ്യം അവിടുന്ന് പ്രദാനം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വിവാഹ നിശ്ചയമല്ലാതെ മറ്റൊന്നുമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഇന്ദ്രിയപരമായിട്ടുള്ള അനുഭൂതികളെല്ലാം അതിശയിക്കത്തക്ക രീതിയിൽ ഒരാനന്ദ പാരവശ്യം, അതാണ് മുകളിൽ ഹെഡിങ് പറഞ്ഞിരിക്കുന്നത്. ആനന്ദ പാരവശ്യം അഥവാ ഹർഷോന്മാദം അഥവാ മൂർച്ച, ട്രാൻസ്, അങ്ങനത്തെ ഒരു അനുഭവം ദൈവം ഇങ്ങോട്ട് തരും. അത് യഥാർത്ഥത്തിൽ വിവാഹം നിശ്ചയം തന്നെയാണ്. കല്യാണം ഉറപ്പിക്കുകയാണ്. ദൈവവുമായിട്ട് ഒന്നാകാനുള്ള ആത്മാവിന്റെ ആഗ്രഹത്തെ
ദൈവം അംഗീകരിച്ച് സ്വീകരിക്കുന്ന അനുഭവം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവമഹസ്സിന്റെ ഇത്ര സമീപസ്ഥമായ ഒരു ദർശനം ഇന്ദ്രിയങ്ങളുടെ പരിധിക്കുള്ളിൽ ഉണ്ടാകുന്നെങ്കിൽ ജീവിതം തുടരുക ഒരുപക്ഷെ സാധ്യമല്ലായിരിക്കും. ഇന്ദ്രിയങ്ങളുടെ കഴിവുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അനുഭവ സിദ്ധി വിശേഷം കൊണ്ടോ ആണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ ജീവിതം തന്നെ തീർന്നു, ജീവൻ തന്നെ വെടിഞ്ഞു പോകേണ്ടി വരും. കാരണം ഇന്ദ്രിയങ്ങൾക്കൊന്നും താങ്ങാൻ പറ്റുന്നതല്ല ഈ അനുഭവത്തിന്റെ കരുത്ത്, ശക്തി, അതിനപ്പുറമാണത്. അതുകൊണ്ട് ജീവിതം തുടരുക അസാധ്യമായിട്ട് ഭവിക്കും. ഇന്ദ്രിയങ്ങളുടെ മേഖലയാണ് ഈ അനുഭവമെങ്കിലും സാക്ഷാൽ ആനന്ദ പാരവശ്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ശരിക്കുള്ള ആനന്ദ പാരവശ്യം, ദൈവികമായ സ്പർശനം സ്ത്രീകൾക്ക് സഹജമായുള്ള ദൗർബല്യങ്ങളെ കുറിച്ചല്ല. അത് ഈ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സഹജമായ നമ്മുടെ ബലഹീനമായ സ്വഭാവപ്രവർത്തനത്തിൽ സഹജമായിരിക്കുന്ന ചില ദൗർബല്യങ്ങളുണ്ട്. അവിടെ ചില ആനന്ദ പരവശ്യം, ആത്മീയ ഭക്തിമാധുര്യം, കണ്ണീർ പൊടിക്കത്തക്ക രീതിയിൽ പരവേശം ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അമൃതസഭ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ അമൃതസഭ വിശദീകരിച്ചല്ലോ. അതല്ല ഇവിടെ പറയുന്നത്. തന്നിമിത്തം എല്ലാം ഹർഷോന്മാദവും ആനന്ദ പാരവശ്യമാണെന്ന് നമുക്ക് തോന്നിയേക്കാം അങ്ങനെ വരുന്ന അനുഭവങ്ങളെല്ലാം. ചില ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് പ്രശാന്തമായ പ്രാർത്ഥനയുടെ ഒരു അനുഭൂതി ഉണ്ടായാൽ മതി മരിക്കാൻ, അത്രയ്ക്ക് അവശരാണവർ. ഇത്രയുള്ള ഇപ്പൊ പറയുന്നതായ ഹർഷോന്മാദം, ആനന്ദ പാരവശ്യം, മൂർച്ച എന്നുള്ള അനുഭവത്തിലേക്ക് വരണ്ട. അല്ലാതെ തന്നെയുള്ള ഒരു പ്രശാന്തമായ പ്രാർത്ഥന, പ്രയർ ഓഫ് ക്വയറ്റ്, അതിൻ്റെ ഒരു അനുഭൂതി ഉണ്ടായാൽ മതി. അപ്പം തന്നെ ഒരു ബോധം കെട്ട് വീഴുന്ന പോലെ ആയിപ്പോവും. അത്രയ്ക്ക് അവശരാണവർ. ആനന്ദ പാരവശ്യത്തിന്റെ ചില തരഭേദങ്ങളെ പറ്റി ഇവിടെ പ്രതിപാദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അവയെക്കുറിച്ച് അനേകം സാത്വികന്മാരുമായി ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട്. മുമ്പ് ഞാൻ നൽകിയ വിവരണത്തെക്കാൾ ഇത് മെച്ചമായിരിക്കുമോ എന്ന് നിശ്ചയമില്ല. മുൻപ് സ്വയംഭരണ ചരിത്രത്തിൽ 20-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രസാദകർ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഏതാദൃശ വിഷയങ്ങളുടെ പ്രതിപാദനത്തിൽ ആവർത്തനദോഷം ഗവനിക്കേണ്ടതില്ല. ഓരോ സദനത്തെപ്പറ്റിയും പറയാനുള്ളതെല്ലാം സമാഹരിച്ച് ഇവിടെ രേഖപ്പെടുത്തണമെന്നത്ര എൻ്റെ പ്രധാന ലക്ഷ്യം. ഇപ്പം ആവർത്തനം ഇനിയും വരും. അപ്പം നേരത്തെ എഴുതിയ സുബ്രതസരണി എന്ന പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ ഇതേക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, അത് ആ സാഹചര്യത്തിൽ പറഞ്ഞതാണ്. ഇവിടെ ഞാൻ ആവർത്തനം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കാതെ ഓരോ സദനത്തിലേക്കും ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ ഞാൻ പറയാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 3-ാമത്തെ ഖണ്ഡിക ഒരു ഉദാഹരണം പറയുകയാണ്. ഓർമ്മയിൽ വരുന്നതോ ദൈവം അരുളി ചെയ്യുന്നതോ ആയ ഏതാനും വാക്കുകൾ ആത്മാവിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. ഇത് പ്രാർത്ഥനാ സമയത്തായിരിക്കണമെന്നില്ല. തന്നെക്കുറിച്ചുള്ള അഭിവാഞ്ച നിമിത്തം ആത്മാവ് ഇത്രയും കാലം വ്യസനം അനുഭവിക്കുന്നത് കണ്ട് അനുകമ്പ തോന്നി അവിടുന്ന് മുൻപ് ഞാൻ പറഞ്ഞ തീപ്പൊരി അവളിൽ ഉജ്ജ്വലിപ്പിക്കുകയും തൽഫലമായി ഫീനിക്സ് എന്ന പക്ഷിയെപ്പോലെ അവൾ ദഹിച്ച് നവജീവൻ പ്രാപിക്കുകയും ചെയ്യുന്നു. ഫീനിക്സ് പക്ഷി സ്വയം ഇല്ലാതായിട്ടാണ് ജീവൻ കൊടുക്കുന്നത്, സ്വയം ഇല്ലാതാകുന്നു. നമുക്കതേപ്പറ്റി കഥ കേട്ടിട്ടുണ്ടാകും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ പട്ടുതുറുപ്പുഴുവും പ്യൂപ്പ സ്റ്റേജിൽ മരിച്ചു കഴിയുമ്പോഴാണ് ചിതസരമായിട്ട് കയറി വരിക എന്ന് പറഞ്ഞ പോലെ ദൈവികമായ ഒരു തീപ്പൊരിയിലേക്ക് നമ്മുടെ ആത്മാവിനെ മുക്കിയിട്ട് നമ്മളെ ഇല്ലെന്നാക്കുകയാണ്. അപ്രകാരമുള്ള ഒരു ആത്മാവിന്റെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് ഭക്തിപൂർവ്വം വിശ്വസിക്കാം. എന്ന് വെച്ചാൽ അത്രമാത്രം ഇപ്പോൾ നമ്മൾ തീ ജ്വലിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിറക്, തീ നല്ലപോലെ എരിഞ്ഞ് തീ കത്തുകയാണ്. ഒരു വിറക് അല്ലെങ്കിൽ ചിരട്ട ശീർക്കാലത്തൊരു കത്തി ജ്വലിക്കുന്നു. അങ്ങനെ കത്തി ജ്വലിക്കുന്ന വിറകില് വെള്ളമില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തെങ്കിലും വെള്ളമല്ല എന്തെങ്കിലും നനവോ ഈർപ്പമോ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ആ തീ എത്താനായിട്ട് തുടങ്ങിയ അവസരത്തിൽ പുകയായിട്ടും പതയായിട്ടും പതഞ്ഞുമെല്ലാം അത് വിട്ടുമാറിപ്പോയി ആ ഈർപ്പം മുഴുവൻ മാറിക്കഴിയുമ്പോഴാണ് തീ കത്തുക. അപ്പൊ തീ നിറഞ്ഞു നിൽക്കുന്ന കനലിനകത്ത് ഈർപ്പമുണ്ടോ എന്ന് പോയി തപ്പണോ? വേണ്ട എന്ന് പറഞ്ഞതുപോലെ ദൈവസ്നേഹത്തിന്റെ ആനന്ദ പാരവശ്യം, ആനന്ദ മൂർച്ചയുടെ കത്തലില് ആയിരിക്കുന്ന ഒരാത്മാവില് പാപം ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പാപമുള്ള ആത്മാവ് ഇങ്ങനെ കത്തുകയല്ല ദൈവസ്നേഹത്തിന്. ഈർപ്പമുള്ള വിറക് ഇതുപോലെ ആള് കത്തിയല്ല, പൊകഞ്ഞ് നിൽക്കുകയുള്ളൂ. പാപമുള്ള ആത്മാവ് ഇങ്ങനെ കത്തത്തില്ല. അതുകൊണ്ട് ഇവിടെ അമൃതസ്യ പറയാണ്, ഇപ്രകാരമുള്ള ഒരു ആത്മാവിന്റെ പാപങ്ങളെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് ഭക്തിപൂർവ്വം വിശ്വസിക്കാം. അതായത് തിരുസോ പഠിപ്പിക്കുന്ന പോലെ അവൾക്ക് അതിന് അർഹത ഉണ്ടായിരിക്കുകയും വരപ്രസാദ മാർഗങ്ങൾ അവൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന പക്ഷം
എന്ന് വെച്ചാൽ സഭ നൽകിയിരിക്കുന്ന മാർഗങ്ങൾ അനുസരിച്ച് പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുകയും പോരായ്മകൾ കുദാശകൾ കുമ്പസാരത്തിലൂടെ ഏറ്റുപറയുകയും കുദാശകൾ സ്വീകരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് അങ്ങനെ കരുത്തെടുക്കുകയും അങ്ങനെ പ്രസാദപര അവസ്ഥയിൽ നല്ല മാർഗങ്ങൾ ഉപയോഗിച്ച് വളരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ഇങ്ങനെയുള്ള ഒരു ആനന്ദ അനുഭവതി ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹാഗ്നി കത്തുന്നതാണ്. വ്യക്തി പാവമൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇങ്ങനെ പറയുമ്പോൾ തിരുസഭയുടെ മാർഗങ്ങൾ അവഗണിച്ചുകൊണ്ട് പോകുന്ന വ്യക്തിയിൽ ചില ഉന്മാദങ്ങളോ ആനന്ദ പാരവശ്യങ്ങളൊക്കെ ഉണ്ടാകാം, പൈശാചികമായ രീതിയിലും മാനുഷിക രീതിയിലും ഒക്കെ. പക്ഷെ അതിൻ്റെ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ മതം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത് പാപമൊന്നും ഇല്ല എന്നുള്ളൊരു അടയാളം കൂടിയാണ് ഈ ഒരു ഹർഷോന്മാദം ആനന്ദ പാരവസ്ഥയിലേക്ക് വരിക. ഏവം വിധം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം അവളെ തന്നോട് ഒന്നിപ്പിക്കുന്നു. ആ ഐക്യത്തിന്റെ സ്വഭാവം മറ്റാർക്കും അറിയാൻ പാടില്ല. അത് ദൈവവും ആ ആത്മാവും തമ്മിൽ മാത്രമുള്ള ഒരു ബന്ധത്തിന്റെ അനുഭവമാണ്. മറ്റാർക്കും അതിൻ്റെ ഉള്ള അനുഭവം മനസ്സിലാക്കാനും പറ്റിയാൽ, വിവരിക്കാനും പറ്റിയാൽ, അറിയാനും പറ്റിയാൽ, പിന്നീട് അത് വിവരിക്കാൻ കഴിയത്തക്ക ഒരു ബോധ്യം ആത്മാവിന് തന്നെ ഉണ്ടായിരിക്കുകയില്ല. എന്നിരുന്നാലും അതിൻ്റെ ആന്തരികമായ ഒരു അനുഭൂതി അവൾക്ക് ഇല്ലാതെ വരികയില്ല. ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഈ മാർട്ടിൻ ബൂബർ എന്ന് പറഞ്ഞ ആത്മീയ എഴുത്തുകാരൻ പറയും, ഓരോ ബന്ധത്തിനും ഒരു പേഴ്സണൽ കൗണ്ടറുണ്ട്. ഈച്ച് എൻകൗണ്ടർ, പേഴ്സണൽ എൻകൗണ്ടർ ഈസ് ഹാവിങ് എ പേഴ്സണൽ കൗണ്ടർ ഓഫ് ഇറ്റ്സ് ഓൺ. ഒരു എല്ലാ ബന്ധങ്ങളിലും നമുക്ക് അങ്ങനെ തന്നെ, നമുക്ക് എല്ലാ ബന്ധങ്ങളിലും മറ്റാർക്കും തിരികെയില്ലാത്ത ഒരു ഉള്ളറയുണ്ട് ആ ബന്ധത്തിനകത്ത്. ഈശോയ്ക്ക് യോഹന്നാനുള്ള ബന്ധം, പത്രോസിനുള്ള ബന്ധം, മറിയമ്മത്തിനുള്ള ബന്ധം, ആശ്രയന്മാരുള്ള ബന്ധം, കുഞ്ഞുങ്ങളുള്ള ബന്ധം, തൻ്റെ അമ്മയോടുള്ള ബന്ധം, എല്ലാ ബന്ധമാണ്, സ്നേഹത്തിൻ്റെ ബന്ധമാണ്, ഈശോയുമായുള്ള ബന്ധമാണ്. പക്ഷേ ആ ഓരോ ബന്ധത്തിനകത്തും ആ ബന്ധത്തിന് മാത്രമുള്ള തനതായ യുണീക്കായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. അത് വേറെ ആർക്കും അത് മനസ്സിലാക്കാൻ പോലും പറ്റില്ല, അവിടെ കയറി വരാനും പറ്റിയല്ല. അതാണ് മാർട്ടിൻ ബൂബർ പറയുന്നത്, ഈച്ച് പേഴ്സണൽ എൻകൗണ്ടർ ഈസ് ഹാവിങ് എ വെരി പേഴ്സണൽ യുണീക്ക് കൗണ്ടർ വിത്തിൻ ഇറ്റ്സെൽഫ്. എന്ന് പറയുന്നത് ഇവിടെ ദൈവവുമായിട്ടൊരു ആത്മാവ് ഇങ്ങനെ ഒന്നാകുമ്പം ആ ആത്മാവിൻ്റെ ആന്തര അനുഭവം എന്താണെന്നുള്ളത് ദൈവത്തിനും ആത്മാവിനും മാത്രമേ തുറക്കപ്പെടുന്നുള്ളൂ, തിരിയുകയുള്ളൂ. അല്ലെങ്കിൽ അത് ആത്മാവിന് പോലും മുഴുവൻ തിരിയുകയല്ല, എന്താണെന്ന് സംഭവിക്കുന്നത് അറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ പിന്നീട് അത്ര ബോധ്യം അതേപ്പറ്റി പറയാനായിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും അതേക്കുറിച്ചുള്ള ഒരു ഓർമ്മ, ആ ഒരു അനുഭൂതി, ഒരു ഓർമ്മ അവൾക്കുണ്ട്. ദാമ്പത്യ ബന്ധത്തിലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ ബന്ധം, ലയം, ഒന്നാകല്, അത് പുറമെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നുള്ളത് പൊതുവാക്കുകൾ പറയാൻ പറ്റും. പക്ഷെ ഓരോ ദാമ്പത്യ ബന്ധത്തിലും ആ ലയത്തിന്റെ സവിശേഷത യുണീക്കാണ്. നമുക്ക് ഈ ബൂബറിന്റെ വാക്ക് വെച്ച് നിരീക്ഷിക്കാനായിട്ട് പറ്റും. അതേപ്പറ്റിയുള്ള അനുഭവം എല്ലാം വിവരിക്കാൻ ആരെ കൊണ്ട് പറ്റുന്നില്ല, ഒരു ദമ്പതികളെ കൊണ്ട് പറ്റുകയാണ്. പക്ഷെ അതിൻ്റെ ഒരു മനോഹരമായ അനുഭൂതി ആ ദമ്പതികളുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. സാധാരണ മോഹാലസ്യമോ പാരവശ്യമോ പോലെ അല്ലല്ലോ അത്. ഇവിടെ ദൈവവുമായുള്ള ആത്മാവിൻ്റെ ഒന്നാകൽ അനുഭവം അല്പസമയത്തേക്ക് മാത്രമേ ഈ ആറാസത്തിൽ കിട്ടുന്നുള്ളെങ്കിൽ പോലും അത് എന്ന് വിവരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ അനുഭൂതി വിട്ടുപോവുകയല്ല. സാധാരണ മോഹാലസ്യം പാരവശ്യം പോലെ നല്ലത്. അപ്രകാരമായിരുന്നെങ്കിൽ ആന്തരികമോ ബാഹ്യമോ യാതൊന്നും അറിയാൻ സാധിക്കുമായിരുന്നില്ല. ഒരു സാധാരണ മോഹാലസ്യ പാരവശ്യമൊക്കെ ആണെങ്കിൽ അത് വേറൊരു അനുഭവമാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ആത്മാവിന്റെ അഗാധനങ്ങളിൽ ഉള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.